കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ യോഗത്തെ വിശദീകരണത്തെ ദൂരെ നിന്നും ചാരനും കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടുതൽ സംസാരിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകൾ, മീനടം ഗ്രാമപഞ്ചായത്തിന്റെ 2 വാർഡുകൾ ചേരുന്ന വലിപ്പവും മീനടം ഗ്രാമപഞ്ചായത്തിന്റെ 3 ഇരട്ടിയിലധികം വരുമാനവും പാമ്പാടി ഗ്രാമപഞ്ചായത്തിനുണ്ട് എന്നതിൽ തർക്കമില്ല. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് എല്ലാ കാലഘട്ടങ്ങളിലും A ഗ്രേഡ് ഗ്രാമപഞ്ചായത്താണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ റിട്ടയർമെന്റ് കാലമാകുമ്പോഴേക്ക് പാമ്പാടി ഗ്രാമപഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വന്നു. റിട്ടയർ ചെയ്ത് പോകുന്ന അന്ന് തന്നെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് പോകുവാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി പാമ്പാടി ഗ്രാമപഞ്ചായത്തിന് ഉണ്ട്. മീനടം ഗ്രാമപഞ്ചായത്തിൽ ജീവനക്കാരുടെ ശമ്പളവും ഓണറേറിയവും വരെ കൃത്യമായി കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഗ്രാമപഞ്ചായത്ത് പാമ്പാടിയിൽ മെമ്പർ ആയിരിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ നടക്കുന്നു. ഇന്ന് പാമ്പാടിയിൽ സംജാതമായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ മോനിച്ചൻ അടക്കമുള്ളവർ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി CPM നൽകുന്ന വ്യാജ പ്രചരണത്തിന് മറുപടി നൽകിയിട്ടുണ്ട്. അതിന് തിരിച്ചെന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അദ്ദേഹം അതിന് തക്കതായ വിശദീകരണം നൽകുവാൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആസ്തിയായി 7 കോടിയോളം രൂപ ഇന്ന് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് 7 കോടിയോളം രൂപ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നും കുത്തിപ്പിരിഞ്ഞു വെച്ച കരവിതരമായിട്ടുള്ള മറ്റ് ഫീസ്, പെർമിറ്റ് ഫീസ് അടക്കം തൊഴിൽക്കരം അടക്കമുള്ള വരുമാനമായിട്ട് പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരു വാർഡിലെ വികസന പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് റോഡ് പുനരുദ്ധാരണത്തിന് 20 ലക്ഷം രൂപ വീതം ഓൺ ഫണ്ടിൽ നിന്നും തനത് ഫണ്ടിൽ നിന്നും നൽകണമെന്ന്. അത് പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡിലല്ല, 20 വാർഡിലേക്കും 20 ലക്ഷം രൂപ വീതം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏക അജണ്ട വെച്ചുകൊണ്ട് അടിയന്തര കമ്മിറ്റിക്ക് നോട്ടീസ് നൽകി ആ അടിയന്തര കമ്മിറ്റി വിളിപ്പിച്ചത്. ഇത്തരമൊരു അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർക്കുമ്പോൾ ഒരു സമവായത്തിന്റെ ഭാഗമായി നമുക്ക് അടുത്തതായി ഇനിയൊരു പദ്ധതിയുണ്ട് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനായിട്ട് ഫണ്ട് നമ്മൾ അല്പം കരുതി വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പ്രതിപക്ഷത്തെ ധരിപ്പിച്ചുകൊണ്ട് ഒരു 10 ലക്ഷം രൂപ വീതം തൽക്കാലം തരാം എന്തെങ്കിലും ഒരു സമീപനം സ്വീകരിക്കുന്നതിന് ജനാധിപത്യപരം എന്ന് പറയാം. ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിരുന്നയാളാണ്. അന്നത്തെ മണി വാല്യൂ അനുസരിച്ച് 1 ലക്ഷം രൂപ നൽകിയാൽ 48 മീറ്റർ നീളത്തിൽ 3 മീറ്റർ കനത്തിൽ 3 മീറ്റർ വീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യുമായിരുന്നുവെങ്കിൽ ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് 18 മീറ്റർ നീളത്തിൽ 3 മീറ്റർ വീതിയിൽ 3 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്ന അവസ്ഥയും മണി വാല്യൂമാണുള്ളത്. 24 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന, ഇന്നത്തെ പാമ്പാടി കാണുന്ന ഏതാണ്ട് വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന കുഞ്ഞുമോൻ സാർ പ്രസിഡന്റായിരുന്ന ഭരണസമിതി ഓരോ വാർഡിലേക്കും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അനുവദിച്ചിരുന്നത് 3.5 ലക്ഷം രൂപ വീതമാണ് തനത് ഫണ്ടിൽ നിന്നും മാത്രം കൊടുത്തത്. ഇന്ന് കൂടിയ ഗ്രാമസഭകളിൽ കഴിഞ്ഞ ദിവസം വരെ 3,90,000 രൂപ വീതം പഞ്ചായത്തിലെ ഒരു വാർഡിലേക്ക് വികസന പ്രവർത്തനത്തിന് നൽകുന്നുവെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണ പ്രതിപക്ഷ മെമ്പർമാർക്ക് ഉറപ്പ് നൽകിയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഭരണക്കാരും ഇന്ന് ഗ്രാമസഭയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം രൂപ വീതം നൽകും എന്നാണ്. ആദ്യം 4.5 ആയിരുന്നു, പിന്നെ അത് 3.90 ആയി. ഇന്ന് ഗ്രാമസഭയിൽ വന്നപ്പോൾ 2 ലക്ഷം രൂപ വരെയായി.
ഗ്രാമസഭയുടെ നടത്തിപ്പിന് അധ്യക്ഷത വഹിക്കുവാൻ നേതൃത്വം നൽകുവാൻ വന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വെള്ളൂർ മേഖലയിൽ ഗ്രാമസഭയിൽ നിന്നും ജനങ്ങൾ പിടിച്ചിറക്കിക്കൊണ്ട് വഴിയേ പോയി. നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കേണ്ട, ഈ റോഡിൽ കൂടി എങ്ങനെ ഞങ്ങൾ നടക്കുമെന്ന് മറുപടി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഗ്രാമസഭ കൂടിയാൽ മതി എന്ന് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഗ്രാമസഭയിൽ ഇരിക്കേണ്ട സ്ഥിതിവിശേഷം കോൺഗ്രസ് അല്ല ഉണ്ടാക്കിയത്. ഈ നാട്ടിൽ ഇത്തരത്തിൽ സാക്ഷ്യം സ്വീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന നിലപാട് ഈ നാട്ടിലെ വോട്ടർമാർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്തിനു പറയുന്നു? ഈ സംസ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന ഭരണം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറ്റിപ്പോയ ഒരു കയ്യബദ്ധമാണ് എങ്കിൽ അതിന്റെ തനിയാവർത്തനമാണ് പാമ്പാടി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റി തർക്കമില്ല. അതാണ് ഇന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടനടക്കം മുദ്രാവാക്യം വിളിച്ചപ്പോൾ പാമ്പാടിക്ക് പറ്റിയ ശാപമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞത്. ഞാനടക്കമുള്ളവർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിരിക്കുമ്പോൾ ഈ ഞാൻ സംസാരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കുറിയന്നൂർ കുന്നിലേക്ക് ഐഡിയക്കാരുടെ ഒരു നെറ്റ്വർക്ക് എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നു, ഹലുവ മുറിക്കുന്ന വിധത്തിൽ റോഡ് ടാറിങ് മുറിച്ചുകൊണ്ട് സ്കെയിലിന്റെ കഷ്ടിച്ച് വീതിയും ഏതാണ്ട് 3/4 ഇഞ്ച് കനം അങ്ങേയറ്റം മാത്രമുള്ള ഒരു ഡിവൈസ് അതിലേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ടായിരുന്നു. ഇതിന് ഐഡിയ കമ്പനി പാമ്പാടി പഞ്ചായത്ത് ഭരണസമിതിയെ സമീപിച്ചു. ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അന്നമചെറിയാൻ പ്രസിഡന്റും ആയിരിക്കുന്ന ഭരണസമിതി ശ്രീ ES സാബു എന്ന പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി പറയുന്നു, അന്ന് പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ AE കൊണ്ട് ഈ റോഡ് ഇത്തരത്തിൽ മുറിച്ച് ഇതിട്ട് പൂർവ്വസ്ഥിതിയിൽ ടാറ് ഒഴിച്ച് ലെവൽ ചെയ്യുന്നതിന് ആകുന്ന എസ്റ്റിമേറ്റ് എടുക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ AE ചുമതലപ്പെടുത്തുന്നു. 90,000 രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് AE പാമ്പാടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിക്കുന്നു. 1 ലക്ഷം രൂപ നിരത ദ്രവ്യം ഐഡിയ കമ്പനിയെ കൊണ്ട് കെട്ടിവെപ്പിച്ചതിന് ശേഷമാണ് ആ റോഡ് വെട്ടിപ്പൊളിക്കുവാനല്ല കീറുവാൻ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചത് എങ്കിൽ കേവലം 2.5 ഇഞ്ച് വ്യാസം മാത്രമുള്ള ഒരു ഹൈ ഡെൻസിറ്റി കറുത്ത പൈപ്പ് ഇറക്കി ജലനിധി പദ്ധതി നടത്തുവാൻ വേണ്ടി 3.5 ഇഞ്ച് മാത്രം വീതിയിൽ കീറുവാനുള്ള ഡിവൈസുകൾ അന്നത്തേക്കാൾ ഇന്ന് ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യിക്കേണ്ടിയിരുന്നിടത്ത് അതേപോലെ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ കിടക്കുന്ന ഏത് റോഡിലും എന്ത് വിധത്തിലുള്ള ഡിമോളിഷനോ കൺസ്ട്രക്ഷനോ നടത്തണമെങ്കിൽ അതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണപരമായ അനുമതിയും പഞ്ചായത്ത് എക്സിക്യൂട്ടീവിന്റെ സെക്രട്ടറിയുടെ നിർവഹണപരമായ അനുമതിയും ആവശ്യമാണ്. അത്തരത്തിലൊരു കൃത്യം ചെയ്യുന്നതിന് മുൻപായി ഈ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വഹിപ്പിച്ചതിന് ശേഷം മാത്രം വേണമായിരുന്നു ഇങ്ങനെ ഒരു വെട്ടിപ്പൊളിക്കൽ അനുവദിക്കേണ്ടിയിരുന്നത്. ഇത് JCBയുടെ തുമ്പിക്കൈ ഉപയോഗിച്ച് ആന ഈറ്റക്കാട്ടിൽ കയറിയതുപോലെ പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും വെട്ടി തകർത്ത് കളഞ്ഞു. ഇതിനിപ്പോ ഉത്തരവാദികളില്ലാത്ത അവസ്ഥ. ഇത് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ പിണറായി വിജയൻ പാമ്പാടി കമ്മ്യൂണിറ്റി ഹാളിന്റെ ഗ്രൗണ്ടിൽ വന്നപ്പോ 9,35,00,000 രൂപ അനുവദിച്ചു എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി ഇവിടുത്തെ സഖാക്കന്മാർ തള്ളിയത്. ആ തള്ളു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ മെമ്പർമാർ പിണറായി വിജയൻ പാമ്പാടി വരുന്നതിന് മുമ്പേ തന്നെ വാട്ടർ അതോറിറ്റി ഈ പൈസ സാങ്ഷൻ ചെയ്തതിന്റെ രേഖകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇട്ടു. ചുരുക്കത്തിൽ ഖജനാവിൽ പട്ടിവെറ്റി കിടക്കുന്ന സംസ്ഥാന സർക്കാരിന് വാട്ടർ അതോറിറ്റി അനുവദിച്ചെങ്കിലും കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയായി പോയതിനാൽ അതും യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ, ഞാൻ പറഞ്ഞു പാമ്പാടിയിലെ ടാക്സി ടെമ്പോ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ. അവിടുത്തെ മേഖലയുടെ സൗത്ത് പാമ്പാടി പ്രസിഡന്റ് ശ്രീ മല്ലപ്പള്ളി അനീഷാണ്. അവിടെയൊക്കെ ബസ്സിൽ നിന്നും വന്ന് മുളേക്കുന്നതിലേക്ക് അതേപോലെ തന്നെ കന്നുവെട്ടിയിലേക്ക് ഒക്കെ ഓട്ടം വിളിക്കാതിരിക്കുവാൻ എന്റെ വീടിന്റെ കുറ്റിക്കൽ പാലത്തിക്കൽ നിന്നും കൈലമറ്റത്തിലേക്ക് തുടങ്ങി എവിടുത്തെയോ ഭേദം തുടങ്ങിയിട്ടുള്ള റോഡുകളിലേക്ക് ഓട്ടം സ്ഥിരമായിട്ട് വിളിക്കുന്നവൻ വിളിച്ചിട്ട് ചെന്നില്ല എങ്കിൽ അത് പരാതിയാക്കണ്ട എന്നുള്ളത് കൊണ്ട്
ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷക്കാർ പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളിലേക്ക് ബസ് ഇറങ്ങി വരുന്നവർ ഓട്ടം വിളിക്കാതിരിക്കാൻ കാത്തിരിക്കുന്ന അവസ്ഥയാണ്. പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർക്ക് പ്രതിപക്ഷമാണെന്ന് പറഞ്ഞാൽ പോലും അവരെ മെമ്പർമാരായി കരുതുന്നത് കൊണ്ട് കല്യാണത്തിനും കൊച്ചുമുക്കിനും ശവോടക്കിനും പോലും നാട്ടിലെ ജനങ്ങളുടെ പരാതി മൂലം ചെല്ലാൻ പറ്റാത്ത, പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാമ്പാടിയിലെ സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു. ഗ്രേഡ് പഞ്ചായത്ത് 7 കോടി രൂപയോളം അടവച്ചിരിക്കുന്ന ഈ പഞ്ചായത്ത് പാമ്പാടിയിലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട 7 പ്രതിനിധികൾ ഒപ്പിട്ട് നോട്ടീസ് നൽകിക്കൊടുത്ത അടിയന്തര പ്രമേയത്തിന്മേൽ സംസാരിച്ചപ്പോൾ അവരോടൊരു യാതൊരുവിധ മര്യാദയുമുള്ള സമീപനമല്ല സ്വീകരിച്ചത്. ഈ പഞ്ചായത്ത് ഭരണസമിതി സർക്കാർ ഇറക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഇറക്കുന്ന സർക്കുലർ വെച്ച് നവകേരള സദസ്സിന് കൊടുക്കുക ചോദിക്കുന്നതിനേക്കാൾ അരവാശിക്കൂടെ. മാനവീയത്തിനും കേരളീയത്തിനും നൽകുകയാണ് ചോദിക്കുന്നതിനേക്കാൾ അരവാശിക്ക് കൂടി പണം. അപ്പോഴാണ് പാമ്പാടിയിലെ ജനങ്ങളിൽ നിന്നും പിടിച്ചു പറിച്ചു വെച്ചിരിക്കുന്ന പണം ടാക്സ് മാത്രമല്ല, ബിൽഡിംഗ് പെർമിറ്റിന്റെ ഫീസ് മാത്രമല്ല, തൊഴിൽക്കരം വരെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന കടയിൽ ഒരു സെയിൽസ്മാനെ വെച്ചിട്ടുണ്ട് എന്ന് പഞ്ചായത്തിൽ രേഖ നൽകിയിട്ടുള്ള ഏത് സ്ഥാപനവും പ്രസ്ഥാനവും പാമ്പാടി പഞ്ചായത്തിലുണ്ട് എങ്കിൽ സെപ്റ്റംബർ മാസത്തെ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ജൂലൈ 29-ാം തീയതി, സെപ്റ്റംബർ മാസം മുതലുള്ള അർദ്ധവാർഷികത്തിന്റെ തൊഴിൽക്കരം അടയ്ക്കാൻ ചെല്ലുമ്പോൾ മനസ്സിലാകും തൊഴിൽക്കരം ഇരട്ടിയാക്കിയിരിക്കുന്ന വിവരം. ഈ രീതിയിൽ ധാർഷ്ട്യത്തോടുകൂടി നിങ്ങൾ എന്താന്ന് അങ്ങോട്ട് ചെയ്യുക, ഞങ്ങൾക്ക് സൗകര്യമില്ല, പാർട്ടി സെക്രട്ടറിയും പാർട്ടി ഓഫീസും പറയുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ, എന്നാൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കൂ എന്ന ധാർഷ്ട്യത്തോട് പോകുന്ന പാമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞങ്ങൾ തിരുത്തും, ജനങ്ങൾ തിരുത്തും. അതുകൊണ്ടാണ് ഇന്നലകളിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയിരുന്ന പ്രതിഷേധ സമര പരിപാടികൾക്ക് ഇല്ലാതിരുന്ന ഒട്ടനവധി പേരെ ഇന്ന് ഈ ബാനറിന് പിറകിൽ കാണാൻ പറ്റിയത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് ഇന്നലകളിൽ ഇരുന്നിട്ടുള്ള ശ്രീ മാത്തച്ചൻ പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതി, അതിനു മുൻപ് ഇരുന്നിട്ടുള്ള ശ്രീ കെ എ എബ്രഹാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതി, അന്നമചെറിയാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതി, സി കെ ജേക്കബ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതി, സുജാത ശശീന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതി, ഇങ്ങനെ മാർക്സിസ്റ്റ് ഇതര മുഴുവൻ കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതികളും ഗ്രാമപഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ എല്ലാ കാലഘട്ടത്തിലും അനുവദിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ രേഖകൾ പരിശോധിച്ച് സമ്മതിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണമാണ് പാമ്പാടിയിൽ നടക്കുന്നത് എന്ന് പാമ്പാടിയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. കേവലം CPM ഭരണമല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ 1 വർഷത്തിന് ശേഷം പാമ്പാടിയിലെ ജനങ്ങളെന്ന് ബോധ്യപ്പെടുത്തുമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടികളിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകർക്കും ഈ വിശദീകരണം കേൾക്കുവാൻ കാത് കൂർപ്പിച്ചിരിക്കുന്ന പാമ്പാടിയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും വ്യാപാരി സമൂഹത്തോടും ഓട്ടോറിക്ഷ തൊഴിലാളികളോടും ഉൾപ്പെടെ മുഴുവൻ പേരോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.